Hello dear students. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിനെ കുറിച്ചിട്ടാണ്. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 125 വർഷത്തെ പാരമ്പര്യമുള്ള ആഗോളതലത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മാതൃസംഘടനയായിട്ടുള്ള രണ്ട് ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ചിട്ടുള്ള ഒരു മഹത്തായ പ്രസ്ഥാനമാണിത് ഈ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ICAയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ICAയുമായി ബന്ധപ്പെട്ട കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, കോഓപ്പറേറ്റീവ് ഫ്ലാഗ്, അതിൻ്റെ ഐഡിയൽസ്, മീനിങ്സ്, അറ്റ് പ്രസൻറ്റ് എന്താണ് ഡിനോട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കൂ, ICA ഈസ് ദ അബ്രിവേഷൻ ഓഫ് ICA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിനെ ചുരുക്കി നമ്മൾ എങ്ങനെ എഴുതുക? ICA എന്നാണ് പറയുക. അപ്പോൾ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് പറയുന്നത് അവിടെ ഷോർട്ടായിട്ട് നമ്മൾ എന്ത് എഴുതും? ICA എന്ന് എഴുതാറുണ്ട്. ഇനി ഇത് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ഇൻ ലണ്ടൻ, ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് ഓൺ 19 ഓഗസ്റ്റ് 1895 ഡ്യൂറിങ് ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ്. അതായത് ICA എന്നാണ് നിലവിൽ വന്നത് ചോദിച്ചാൽ എന്നാണ്? 19 ഓഗസ്റ്റ് 1895. പല ബുക്കുകളിലും 18 ഓഗസ്റ്റ് 1895 എന്ന് കാണാറുണ്ട്. പക്ഷേ കറക്റ്റ് ആൻസർ 19 ഓഗസ്റ്റ് 1895 ആണ്. 19 ഓഗസ്റ്റ് മുതൽ 22 ഓഗസ്റ്റ് 1895 വരെ നടന്ന കോഓപ്പറേറ്റീവ് കോൺഗ്രസിലാണ് എന്ത് രൂപീകരിച്ചത്? ICA രൂപീകരിച്ചത്, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ്. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് കോൺഗ്രസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര വർഷം കൂടുമ്പോഴാണ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കാറ്? അതിന് പ്രത്യേകിച്ച് വർഷമില്ല, അതായത് കൃത്യമായ ഇടവേള ഇല്ല എന്ത് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുന്നതിന്. ഇപ്പോൾ കോഓപ്പറേറ്റീവ് കോൺഗ്രസ് ചില സ്പെഷ്യൽ ഒക്കേഷൻസിലാണ് നടക്കാറ്. കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കാറ് 2021 കോഓപ്പറേറ്റീവ് കോൺഗ്രസ് എത്രാമത്തെയാണ്? 33ാമത്തെ കോഓപ്പറേറ്റീവ് കോൺഗ്രസ് ആണ്. അതായത് ഏകദേശം 125 വർഷമായി ICA നിലവിൽ വന്നിട്ട്. പക്ഷേ എത്ര കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നിട്ടുള്ളൂ? 33ാമത്തെയാണ് 2021 കോഓപ്പറേറ്റീവ് കോൺഗ്രസ് വരുന്നത്. ഈ 2021 മുൻപ് എപ്പോഴാണ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നിട്ടുള്ളത്? 2012ലാണ്. അതായത് 32ാമത് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് 2012ലാണ്. അതിനു മുൻപ് എപ്പോഴായിരുന്നു? 1995ലാണ് 31ാമത് സഹകരണ കോൺഗ്രസ്. അതായത് ICAയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് 1995 31ാമത് സഹകരണ കോൺഗ്രസ് നടന്നത്. അത് കഴിഞ്ഞിട്ട് 2012ലാണ് അടുത്ത സഹകരണ കോൺഗ്രസ്. അതെന്തിന്റെ ഭാഗമായിട്ടായിരുന്നു? UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിച്ചു 2012. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ICA കോൺഗ്രസ് നടന്നത്. പിന്നെ കോഓപ്പറേറ്റീവ് ഐഡന്റിറ്റിയുടെ 25ാം വാർഷികമായിരുന്നു. അപ്പോൾ കോഓപ്പറേറ്റീവ് ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ഈ കോഓപ്പറേറ്റീവ് ഐഡന്റിറ്റിയുടെ 25ാം വാർഷികമാണ് 2020. പക്ഷെ കോവിഡ് കാരണം അതിനെ എപ്പോഴേക്ക് പോസ്റ്റ്പോൺ ചെയ്തു? 2021 പോസ്റ്റ്പോൺ ചെയ്തു. ഓക്കെ, അപ്പോൾ കോഓപ്പറേറ്റീവ് കോൺഗ്രസ് എപ്പോഴും നടക്കാറില്ല. വളരെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ കോഓപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കാറുള്ളൂ. ജനറൽ അസംബ്ലിയാണ് എന്ത് ചെയ്യാറ്? സ്ഥിരമായിട്ട് നടക്കാറ്. ICAയുടെ ജനറൽ അസംബ്ലിയാണ് എല്ലാ വർഷവും നടക്കാറ്. ഒരിക്കലും ഒന്നും നടക്കാറില്ല. കോഓപ്പറേറ്റീവ് കോൺഗ്രസ് എല്ലാ വർഷവും അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോഴൊന്നും നടക്കാറില്ല. അത് സ്പെഷ്യൽ ഒക്കേഷൻസ് നടക്കുന്നത്. ആദ്യത്തെ കോഓപ്പറേറ്റീവ് കോൺഗ്രസ്, അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷനിൽ നടക്കുന്ന ആദ്യത്തെ കോഓപ്പറേറ്റീവ് കോൺഗ്രസിലാണ് എന്ത് നിലവിൽ വന്നത്? ഈ ICA രൂപം കൊണ്ടത്. അപ്പോഴാണ് 19 ഓഗസ്റ്റ് മുതൽ 22 ഓഗസ്റ്റ് 1895 നടന്ന കോഓപ്പറേറ്റീവ് കോൺഗ്രസിലാണ് ICA നിലവിൽ വന്നത്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ ഫ്രം ഓഗസ്റ്റ് 19 to 22. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ഹാൾ ഓഫ് ദ സൊസൈറ്റി ഓഫ് ആർട്സ് എന്ന ഹാളിൽ വെച്ച് നടന്ന കോഓപ്പറേറ്റീവ് കോൺഗ്രസിലാണ് എന്ത് രൂപീകരിച്ചത്? ICA രൂപീകരിച്ചത്. അപ്പോൾ ICA ഫസ്റ്റ് കോഓപ്പറേറ്റീവ് കോൺഗ്രസിലാണ് രൂപീകരിച്ചത് 1895 ഓഗസ്റ്റ് 19 മുതൽ 22 വരെ. എവിടെ? റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ. അതിന്റെ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ഹാൾ ഓഫ് ദ സൊസൈറ്റി ഓഫ് ആർട്സ് എന്നുള്ള സ്ഥലത്ത് വെച്ച് നടന്ന കോഓപ്പറേറ്റീവ് കോൺഗ്രസിലാണ്, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് കോൺഗ്രസിലാണ് എന്ത് രൂപീകരിച്ചത്? ICA രൂപീകരിച്ചത്. അപ്പോൾ ICA രൂപീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലണ്ടനിലെ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലാണ്. അതിലെ ഹാൾ ചോദിക്കുകയാണെങ്കിൽ ഹാൾ ഓഫ് ദ സൊസൈറ്റി ഓഫ് ആർട്സ്. ഓഗസ്റ്റ് 19 മുതൽ 22 വരെയുള്ള ആദ്യത്തെ കോഓപ്പറേറ്റീവ് കോൺഗ്രസിലാണ് എന്ത് രൂപീകരിച്ചത്? ICA രൂപീകരിച്ചത്. ഇനി 1895 ICA കോൺഗ്രസ് ദ ഡെലിഗേറ്റ്സ് വേർ ഫ്രം ഡാഷ് കൺട്രീസ്. 1895 ICA കോൺഗ്രസിലെ എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത് ചോദിച്ചാൽ അർജന്റീന, ഓസ്ട്രേലിയ, ബെൽജിയം, ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഹോളണ്ട്, ഇന്ത്യ, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, സെർബിയ. ഈ സെർബിയയെ പ്രത്യേകം നോക്കണം. ആൻഡ് ദ USA. ഇത്രയും രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് 1895 ഫസ്റ്റ് ICA കോൺഗ്രസിൽ പങ്കെടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് പ്രതിനിധിയുണ്ട്. ഇന്ത്യയിൽ നിന്നും 1895 തന്നെ എന്തുണ്ടായിരുന്നു? പ്രതിനിധി ഉണ്ടായിരുന്നു, ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. അതാണ് 1895 ICA കോൺഗ്രസ് ദ ഡെലിഗേറ്റ്സ് were from
അർജന്റീന, ഓസ്ട്രേലിയ, ബെൽജിയം, ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഹോളണ്ട്, ഇന്ത്യ, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, സെർബിയ ആൻഡ് USA. ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോയിരിക്കണം. ഇപ്പോൾ നമ്മുടെ പരീക്ഷ വളരെ ഡീപ്പായിട്ട് വരുന്നതുകൊണ്ട് മേ ബി ചോദിച്ചേക്കാം, ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ ആരൊക്കെ ഡെലിഗേറ്റ് ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത് ചോദിച്ചാൽ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു, കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു രാജ്യമാണ് സെർബിയ. ഓക്കെ, ഡാഷ് വാസ് വൺ ഓഫ് ദ ഓൺലി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ടു സർവൈവ് ബോത്ത് വേൾഡ് വാർ 1 ആൻഡ് വേൾഡ് വാർ 2. 2 ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ച വളരെ അപൂർവം സംഘടനകളിൽ ഒന്നാണെന്ത് ഈ പറഞ്ഞ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. അതായത് യുണൈറ്റഡ് നാഷൻസിനേക്കാൾ വളരെയധികം പാരമ്പര്യമുള്ള ഒരു സംഘടനയാണിത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്നത്, ICA എന്ന് പറയുന്നത്. അതായത് 125 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സംഘടനയാണിത് ICA. അപ്പോൾ ബോത്ത് വേൾഡ് വാർ 1നെയും വേൾഡ് വാർ 2നെയും സർവൈവ് ചെയ്ത വളരെ അപൂർവം ഇന്റർനാഷണൽ സംഘടനകളിൽ ഒന്നാണിത് ഈ പറഞ്ഞ ICA എന്ന് പറയുന്നത്. ഓക്കെ, ഈ ICA കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഇൻ ദ ഇയർ. അതുകൊണ്ട് തന്നെയാണ് അത് നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. ICA പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രൽ സംഘടനയാണ്. അതായത് പൊളിറ്റിക്കലായിട്ടും റിലീജിയസ് ആയിട്ടും ന്യൂട്രലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണത് ICA. എന്നാണ് അത് കൺഫേം ചെയ്തത് 1896 കൺഫേംസ് ICA കൺഫേംസ് ഇറ്റ്സ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഇൻ ദ ഇയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ 1896 ICA കൺഫേം ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഇൻ ദ ഇയർ 1896. അതുകൊണ്ടാണ് അതിന് ഈ 2 ലോകമഹായുദ്ധങ്ങളെയും അതിജീവിക്കാൻ കഴിഞ്ഞ് എന്നാണ് എന്ത് ചെയ്യണത് ചരിത്രകാരന്മാർ പറയുന്നത്. 1896 ICA അതിന്റെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി അംഗീകരിച്ചത്. ഇനി ICA ബുള്ളറ്റിൻ, ICAയുടെ കാര്യങ്ങളെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു മാസികയാണത് ICA ബുള്ളറ്റിൻ. അത് പബ്ലിഷ് ചെയ്യുന്ന ആരെയാണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. അപ്പോൾ ICA ബുള്ളറ്റിൻ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. നോക്കൂ, സെൻട്രോസോയ്സ് റഷ്യയിലെ കൺസ്യൂമർ ലെവലിലുള്ള അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് സെൻട്രോസോയ്സ് പറയുന്നത്. റഷ്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അപ്പെക്സ് ലെവലാണ്, പിരമിഡിക്കൽ സ്ട്രക്ചറാണ് റഷ്യയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് റഷ്യയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ സെൻട്രോസോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലുള്ള കൺസ്യൂമർ സൊസൈറ്റിയുടെ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ സെൻട്രോസോയ്സ്. അവർ ICAയിൽ നിന്ന് റിട്രീവ് ചെയ്ത വർഷം, ഇത് ഒരു തവണ നമ്മുടെ CSEയുടെ പ്രൊമോഷൻ ടെസ്റ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ എടുത്തിട്ടിരിക്കുന്നത്. സെൻട്രോസോയ്സ് റിട്രീവ് ഫ്രം ICA ഇൻ ദ ഇയർ 1903 എന്നാണ്. സെൻട്രോസോയ്സ് ICAയിൽ നിന്ന് റിട്രീവ് ചെയ്ത വർഷം ചോദിച്ചാൽ എന്താണ്? 1903. ഓക്കെ, ഇനി ICA പബ്ലിഷ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഡിക്ലറേഷൻ അബൌട്ട് പീസ് ഇൻ 1902. ICA പബ്ലിഷ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഡിക്ലറേഷൻ അബൌട്ട് പീസ്, സമാധാനത്തെ സംബന്ധിച്ച ICAയുടെ ആദ്യത്തെ ഡിക്ലറേഷൻ എന്നാണ് പുറപ്പെടുവിച്ചു ചോദിച്ചാൽ 1902. ഈ വർഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്? ICA പബ്ലിഷ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഡിക്ലറേഷൻ അബൌട്ട് പീസ് ഇൻ 1902. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA അറ്റ് പ്രസന്റ് ഈസ് അറ്റ്, നിലവിലെ ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1895 നിലവിൽ വരുമ്പോൾ ICA നിലവിൽ വരുമ്പോൾ എവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നു ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ലണ്ടൻ, ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്നു ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നീട് 1982 അതിനെ ജനീവയിലേക്ക് മാറ്റി. 2013 ബ്രസൽസ്, ബെൽജിയത്തിലേക്ക് മാറ്റി. അപ്പോൾ ഷിഫ്റ്റഡ് ടു ബ്രസൽസ്, ബെൽജിയം. അപ്പോഴാണ് 2013 ICAയുടെ ആസ്ഥാനം ജനീവയിൽ നിന്ന് ബ്രസൽസ്, ബെൽജിയത്തിലേക്ക് മാറ്റിയത്. ഓക്കെ, എന്നാണ് ലണ്ടനിൽ നിന്ന് ജനീവയിലേക്ക് മാറ്റി ചോദിച്ചാൽ 1982 ICAയുടെ ആസ്ഥാനം ലണ്ടനിൽ നിന്ന് ജനീവയിലേക്ക് മാറ്റിയത്. 1982 വരെ, 1895 മുതൽ 1982 വരെ ICAയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നു. 1895 ഓഗസ്റ്റ് 19 മുതൽ 22 വരെ ലണ്ടനിൽ നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസിലാണ് എന്ത് രൂപീകരിച്ചു എന്ന് പറഞ്ഞത്? ICA രൂപീകരിച്ചു എന്ന് പറഞ്ഞത്. ആ സമയത്ത് ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നു. 1982 വരെയും ലണ്ടനിലായിരുന്നു. 1982 ലണ്ടനിൽ നിന്ന് ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2013 ജനീവയിൽ നിന്നും ബ്രസൽസ്, ബെൽജിയത്തിലുള്ള ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രസന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA അറ്റ് പ്രസന്റ് ഈസ് അറ്റ് ബ്രസൽസ്, ബെൽജിയം. നോക്കൂ, ദ ഫണ്ടമെന്റൽ റൂൾസ് ദാറ്റ് determine the characteristics of cooperative organization is known as cooperative principles. നമ്മൾ ICAയുടെയും റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെയും ഒക്കെ പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാൻ പോകണം. അപ്പോൾ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ എന്താണ്? ദ ഫണ്ടമെന്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമൈൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ സ്വഭാവം നിശ്ചയിക്കുന്ന ഫണ്ടമെന്റൽ റൂൾസുകളെയാണ് എന്ത് പറയുക? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫണ്ടമെന്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമൈൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ
അതാണ് എന്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നോക്കൂ, ദ ഡാഷ് ആർ ഗൈഡ് ലൈൻസ് ബൈ വിച്ച് കോപ്പറേറ്റീവ് പുട്ട് ദെയർ വാല്യൂസ് ഇൻ പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ വേറൊരു ഡെഫിനിഷനാണ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ബൈ വിച്ച് കോപ്പറേറ്റീവ് പുട്ട് ദെയർ വാല്യൂസ് ഇൻ പ്രാക്ടീസ്. കോപ്പറേറ്റീവ് വാല്യൂസ് പ്രാക്ടിക്കൽ ആക്കുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ആണെന്ത് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് വിച്ച് കോപ്പറേറ്റീവ് പുട്ട് ദെയർ വാല്യൂസ് ഇൻ പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് രണ്ട് ഷോർട്ട് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്, ജസ്റ്റ് വന്നാൽ ഉത്തരവിടുന്നത്. ഓക്കെ, നോക്കൂ, ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിള് കൊണ്ടുവന്നത് ആരാണ്? ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയ റോക്ക്ഡെയിൽ പൈനീഴ്സ് ആണ്. റോക്ക്ഡെയിൽ പൈനീഴ്സിന്റെ വർഷം എപ്പോഴാണ്? റോക്ക്ഡെയിൽ പൈനീഴ്സിന്റെ വർഷം 21/12/1844. ഇതാണ് ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ചോദിച്ചാൽ അതാണ് 1761 വന്നിട്ടുള്ള ഫെൻവിക് വീവേഴ്സ് സൊസൈറ്റിയാണ് ലോകത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ചോദിച്ചാൽ 1761 രൂപീകരിച്ചിട്ടുള്ള ഫെൻവിക് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പക്ഷെ അത് സക്സസ്ഫുൾ ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ പൈനീഴ്സ്. 21/12/1844. പക്ഷെ 1844 വന്നുവെങ്കിലും അവർ ആദ്യമായിട്ട് ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത് 1860 അവരുടെ ജനറൽ ബോഡിയിലാണ്. ആദ്യത്തെ പൊതുയോഗത്തിൽ 1860 നടന്ന പൊതുയോഗത്തിലാണ് അവർ എന്തുകൊണ്ടുവന്നത്? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് അവര് ഈ പറഞ്ഞ റോക്ക്ഡെയിൽ പൈനീഴ്സിന്റെ പ്രിൻസിപ്പിൾ നിലവിൽ വന്നത്. ഓക്കെ, 1937 വരെയും ഈ പറഞ്ഞ റോക്ക്ഡെയിൽ പൈനീഴ്സ് പ്രിൻസിപ്പിൾ തന്നെയായിരുന്നു സഹകരണ തത്വങ്ങൾ. 1937 ICA ഈ റോക്ക്ഡെയിൽ പൈനീഴ്സിന്റെ പ്രിൻസിപ്പിൾ ഏറ്റെടുത്തു. പക്ഷേ ഏറ്റെടുത്തപ്പോൾ യാതൊരു ചേഞ്ചും വരുത്തിയില്ല. അതിനെ എന്തായിട്ട് തിരിച്ചു? എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ആയിട്ട് തിരിച്ചു. അത്ര ഒരു വ്യത്യാസത്തോടു കൂടി അതിനെ അഡോപ്റ്റ് ചെയ്തു. ഇനി അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, റോക്ക്ഡെയിൽ പൈനീഴ്സ് അഡോപ്റ്റഡ് ദെയർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻ ദെയർ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഹെൽഡ് ഇൻ ദ ഇയർ 1860. 1860 നടന്ന അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് റോക്ക്ഡെയിൽ പൈനീഴ്സ് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത്. അതാണ് റോക്ക്ഡെയിൽ പൈനീഴ്സ് അഡോപ്റ്റഡ് ദെയർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ദെയർ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഹെൽഡ് ഇൻ ദ ഇയർ 1860. അപ്പോൾ റോക്ക്ഡെയിൽ പൈനീഴ്സിന്റെ വർഷം 1844 റോക്ക്ഡെയിൽ പൈനീഴ്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നപ്പോഴാണ് 1860 അവരുടെ ജനറൽ ബോഡി മീറ്റിംഗിലാണ്. ഇനി ICA അപ്പോയിന്റഡ് എ സബ് കമ്മിറ്റി ടു റിവ്യൂ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻ ദ ഇയർ 1934. ഈ 1934 ഒരു കമ്മിറ്റിയെ നിയമിച്ചു. എന്ത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്, കാലോചിതമായ പരിഷ്കരണം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റി ICA അപ്പോയിന്റഡ് എ സബ് കമ്മിറ്റി ടു റിവ്യൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻ ദ ഇയർ 1934. അപ്പോൾ ICA ഒരു സബ് കമ്മിറ്റി നിയോഗിച്ചു. എന്തിനു വേണ്ടിയിട്ട്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ റിവ്യൂ ചെയ്യാൻ, കാലോചിതമായ പരിഷ്കരണം നടത്താൻ വേണ്ടിയിട്ട്. ഈ പരിഷ്കരണം വേണമെന്നുള്ള ആവശ്യം വന്നത് 13ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസ് വിയന്നയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. 13ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രഞ്ച് ഫെഡറേഷനാണ് ഇത് ആദ്യമായി ആവശ്യപ്പെട്ടത്. എന്ത്? ICAയുടെ പ്രിൻസിപ്പിള്. ICAക്ക് സ്വന്തമായിട്ട് പ്രിൻസിപ്പിൾ വേണം. അപ്പം നിലവിലുള്ള റോക്ക്ഡെയിൽ പൈനീഴ്സിന്റെ പ്രിൻസിപ്പിളിൽ ഒരു കാലോചിതമായ മാറ്റം ആവശ്യമാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് 1930 നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലെ ഫ്രഞ്ച് ഫെഡറേഷനാണ്. എന്താണ്? ഫ്രഞ്ച് ഫെഡറേഷനാണ് ഇത് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്. ഫ്രഞ്ച് ഫെഡറേഷൻ. അപ്പോൾ 1930 വിയന്നയിൽ നടന്ന 13ാമത് സഹകരണ കോൺഗ്രസ്സിൽ ഫ്രഞ്ച് ഫെഡറേഷനാണ് ആദ്യമായിട്ട് എന്താവശ്യപ്പെട്ടത്? ICAയുടെ പ്രിൻസിപ്പിളിൽ ഒരു റിവ്യൂ വേണം. അതായത് ICAക്ക് സ്വന്തമായിട്ട് ഒരു പ്രിൻസിപ്പിൾ വേണം. അപ്പോൾ നിലവിൽ ഏതാണ്? റോക്ക്ഡെയിൽ പൈനീഴ്സിന്റെ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്തു പോകുന്നത്. അതിൽ ഒരു റിവ്യൂ വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരാണ് ചോദിച്ചാൽ 1930 13ാമത് സഹകരണ കോൺഗ്രസ് വിയന്നയിൽ വെച്ചിട്ടാണ് നടന്നത്. അതിൽ ഫ്രഞ്ച് ഫെഡറേഷനാണ് ഇത് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് എന്ത്? 1934 ഒരു സബ് കമ്മിറ്റിയെ ICA അപ്പോയിന്റ് ചെയ്ത്. 1934 ഈ സബ് കമ്മിറ്റി 1937 അതായത് 15ാം കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ് 1937 നടക്കുന്നത്. ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ റിവ്യൂഡ് ആൻഡ് അമെൻഡഡ് ഫോർ ഫസ്റ്റ് ടൈം ദ ICA's 15th വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് അറ്റ് പാരീസ് ഇൻ 1937. 1937 പാരീസ് സമ്മേളനത്തിൽ, അതായത് 15ാമത് വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് നമ്മൾ പറഞ്ഞായിരുന്നു. 2021 എത്രയാണ്? 33ാമതാണ് സഹകരണ കോൺഗ്രസ് ആണ്. 2021 33ാമത് സഹകരണ കോൺഗ്രസ് ആണ്. ഓക്കെ, അപ്പോൾ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ റിവ്യൂഡ് ആൻഡ് അമെൻഡഡ് ഫോർ ഫസ്റ്റ് ടൈം ദ ICA's 15th വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് അറ്റ് പാരീസ് ഇൻ 1937. ഇനി 2012 എത്രാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരുന്നു?
32ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരുന്നു. 31ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസ് എപ്പോഴായിരുന്നു? 1995. അപ്പോൾ ടൈം ഗ്യാപ്പ് നോക്കിയാൽ വളരെ ഗ്യാപ്പോട് കൂടിയാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുന്നത് അതാണ്. കോപ്പറേറ്റീവ് കോൺഗ്രസ് ഒരു നിശ്ചിത ഇടവേളകളിലെല്ലാം വളരെ റെയർ ഒക്കേഷൻസിലാണ്, സ്പെഷ്യൽ ഒക്കേഷൻസിലാണ് നടക്കുന്നത്. 1995 നടന്നത് ICAയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 2012 നടന്നത് UN സഹകരണ വർഷം ആചരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. 2020 നടത്താനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ 2021 മാറ്റിവെക്കുകയായിരുന്നു. 2020 നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് കോൺഗ്രസ് എന്തുമായി ബന്ധപ്പെട്ടാണ്? കോപ്പറേറ്റീവ് ഐഡന്റിറ്റി. നമ്മൾ പഠിക്കാൻ പോകുന്നത് 1995 കോപ്പറേറ്റീവ് ഐഡന്റിറ്റി കൊണ്ടുവന്നത്. അതിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു 2020 കോപ്പറേറ്റീവ് കോൺഗ്രസ് 33ാമത് സഹകരണ കോൺഗ്രസ് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിനെ എപ്പോഴേക്ക് പോസ്റ്റ്പോൺ ചെയ്യായിരുന്നു? 2021 പോസ്റ്റ്പോൺ ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ റിവ്യൂഡ് ആൻഡ് അമെൻഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആയിട്ട് റിവ്യൂ ചെയ്ത് അമെൻഡ് ചെയ്തു. അപ്പോൾ 15ാമത് വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് അറ്റ് പാരീസ് ആണ് 1937. 1937 15ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ പാരീസിൽ വെച്ച് നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് എന്ത് ചെയ്ത് റിവ്യൂ ചെയ്ത്. പ്രത്യേകിച്ച് യാതൊരു മാറ്റവും വരുത്തിയില്ല. റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ പ്രിൻസിപ്പിളിനെ അതേപോലെ എന്ത് ചെയ്തു? ICA അക്സെപ്റ്റ് ചെയ്തു. അവിടെ ഒരു കാര്യം മാത്രം ചെയ്തു, എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും വേർതിരിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അക്സെപ്റ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻ ദ ഇയർ എന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1937. 1934 ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയെ നിയമിച്ചത്. ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കാലോചിതമായ പരിഷ്കരണം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് 1930 വിയന്ന കോൺഗ്രസിൽ 13ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസിലെ ഫ്രഞ്ച് ഫെഡറേഷനാണ് അത് ആവശ്യപ്പെട്ടത്. ഓക്കെ, ICA അപ്പോയിന്റഡ് സബ് കമ്മിറ്റി ഇൻ 1934 ഫോർ ദ പർപ്പസ് ഓഫ് റിഫോർമുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് ദ കമ്മിറ്റി സബ്മിറ്റഡ് ദെയർ റിപ്പോർട്ട് ഇൻ 1937 ആൻഡ് ക്ലാസിഫൈഡ് ദ പ്രിൻസിപ്പിൾ ഇൻടു ടു സച്ച് ആസ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. 1937 ഈ പറഞ്ഞ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ICA അംഗീകരിച്ചു. എങ്ങനെ? റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ പ്രിൻസിപ്പിളിനെ അതേപോലെ അംഗീകരിച്ചു. ഒരു കാര്യം മാത്രമാണ് ചെയ്തത്, പ്രിൻസിപ്പിളിനെ ക്ലാസിഫൈ ചെയ്തു. എങ്ങനെ? എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ 1860 റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ പ്രിൻസിപ്പിളും 1860 റോക്ക്ഡെയിൽ പൈനിയേഴ്സ് അംഗീകരിച്ച പ്രിൻസിപ്പിളും 1937 ICAയുടെ പ്രിൻസിപ്പിളും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. പക്ഷെ 1937 ICA പ്രിൻസിപ്പിൾ അംഗീകരിച്ചപ്പോൾ അതിനെ രണ്ടായിട്ട് തിരിച്ചു. എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എന്ന് തരംതിരിക്കുക മാത്രമാണ് ചെയ്തത്. മറ്റ് വ്യത്യാസങ്ങളൊന്നും വരുത്തിയില്ല. അതാണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. അതൊക്കെ നോക്കൂ: ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രൊപ്പോർഷൻ ടു ട്രാൻസാക്ഷൻ. അതിനെ മറ്റ് രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഡിവിഡൻഡ് ഓൺ പർച്ചേസ് എന്നും പറയാറുണ്ട്, പാട്രണേജ് ഡിവിഡൻഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ പാട്രണേജ് ഡിവിഡൻഡ് എന്നോ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രൊപ്പോർഷനേറ്റ് ടു ട്രാൻസാക്ഷൻ. ഒരാൾ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമായിട്ട് എത്ര ട്രാൻസാക്ഷൻ നടത്തിയോ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? അയാൾക്ക് ഡിവിഡൻഡ് കിട്ടുക. അതാണ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രൊപ്പോർഷൻ ടു ട്രാൻസാക്ഷൻ എന്നോ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഓൺ പർച്ചേസ് ഓർ പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി 4ാമത്തെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 5ാമത്തെ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഇത്രയാണ് ആദ്യത്തെ 5 എണ്ണത്തിനാണ് എന്ത് ചെയ്യുക? എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തത്. ഇത് തന്നെയാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ 1860 പ്രിൻസിപ്പിളും. അതേ പ്രിൻസിപ്പിളിനെ ICA 1937 എടുക്കുകയായിരുന്നു. ആ എടുത്തതിൽ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ അതൊക്കെയാണ്: ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രൊപ്പോർഷൻ ടു ട്രാൻസാക്ഷൻ, അതായത് ഡിവിഡൻഡ് ഓൺ പർച്ചേസിനോ അല്ലെങ്കിൽ പാട്രണേജ് ഡിവിഡൻഡോ എന്ന് പറയാം. 4ാമത്തെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, 5ാമത്തെ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഇതൊക്കെയാണ് എന്താ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. ഇനി നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ, അതായത് എങ്ങനെ പറയും? ഓപ്ഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ട്രേഡിങ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗൂഡ്സ്. ഇതാണെന്ത്? നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള 3 പ്രിൻസിപ്പിൾ. ഇനി ചില ബുക്കുകളിൽ ഈ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗൂഡ്സ് കാണാറില്ല. 7 പ്രിൻസിപ്പിളാണ് ഏറ്റെടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 8 എണ്ണം ഉണ്ട്. സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗൂഡ്സും കൂടി ചേർത്തി അങ്ങനെ 8 പ്രിൻസിപ്പിളാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സിന് ഉണ്ടായിരുന്നത്. ഈ 8 പ്രിൻസിപ്പിളിനെ ICA 1937 എങ്ങനെ വേർതിരിച്ചു? 5ഉം 3ഉമായിട്ട് വേർതിരിച്ചു. ആദ്യത്തെ 5 എണ്ണം എസെൻഷ്യൽ പ്രിൻസിപ്പിളും അടുത്ത 3 എണ്ണം നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ട്രേഡിങ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗൂഡ്സ് എന്നുള്ള 3 എണ്ണത്തിനെ എന്തായി? നോൺ എസെൻഷ്യൽ അല്ലെങ്കിൽ ഓപ്ഷണൽ പ്രിൻസിപ്പിൾ ആയിട്ട് അംഗീകരിച്ചു. അപ്പോൾ 1937 വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. റോക്ക്ഡെയിൽ പൈനിയേഴ്സിന്റെ പ്രിൻസിപ്പിളിനെ അതേപോലെ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അതിൽ ആദ്യത്തെ 5 പ്രിൻസിപ്പിളുകളെ എസെൻഷ്യൽ പ്രിൻസിപ്പിളായിട്ടും അവസാനത്തെ 3 പ്രിൻസിപ്പിളിനെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളായിട്ടും എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നോക്കൂ.
സെക്കൻഡ് മോഡിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. വീണ്ടും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ മോഡിഫൈ ചെയ്തു. ഏത് വർഷത്തില്? 1966. അപ്പോൾ സെക്കൻഡ് മോഡിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ ചോദിച്ചാൽ 1966. റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നാണ് അതിനെ പറയുക. ഈ 1966 സെക്കൻഡ് മോഡിഫിക്കേഷനിൽ വന്ന പ്രിൻസിപ്പിളിന് എന്താ പറയുക? റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. അപ്പോൾ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് ഇതിനാണ് 1966 പ്രിൻസിപ്പിളിനെയാണ്. അപ്പോൾ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1966 വിയന്ന കോൺഗ്രസിൽ തന്നെയാണ്. ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയന്ന. അപ്പോൾ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലെ 1966 കൂടിയ കോപ്പറേറ്റീവ് കോൺഗ്രസിലാണ് എന്ത് വന്നത്? റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എപ്പോഴാണ് ചോദിച്ചാൽ 1966 വിയന്ന കോൺഗ്രസിലാണ് അംഗീകരിച്ചത്. 23ാമത് സഹകരണ കോൺഗ്രസ് ആയിരുന്നു. 23rd കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരുന്നു 1966 നടന്നത്. ഓക്കെ, എത്രാമത്താണ്? 23ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരുന്നു ഈ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അംഗീകരിച്ചത്. നോക്കൂ, അതുമായി ബന്ധപ്പെട്ടത് പ്രൊഫസർ DG കാർവേ കമ്മിറ്റി വാസ് അപ്പോയിന്റഡ്. ഈ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് വേണ്ടിയിട്ട് DG കാർവേ, ഇന്ത്യക്കാരനായിട്ടുള്ള DG കാർവേയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. അപ്പോഴാണ് 1964. പക്ഷെ ആ കമ്മിറ്റിയെ നിയോഗിച്ചത് 22ാമത് ബോൺമൗത്തിൽ നടന്ന ICA കോൺഗ്രസിലാണ്. അതപ്പോഴായിരുന്നു 1963. അപ്പോൾ 1963 നടന്ന 22ാം സഹകരണ കോൺഗ്രസ് ബോൺമൗത്ത് യുണൈറ്റഡ് കിങ്ഡം, അതായത് UK ഇംഗ്ലണ്ട്. UK പറഞ്ഞാൽ അതാണ് ഇംഗ്ലണ്ട്. UK എന്ന് പറയാം, ബ്രിട്ടൻ എന്ന് പറയാം, ഇംഗ്ലണ്ട് പറയാം. ഇത് മൂന്നും ഒരു രാജ്യം എന്ന് അറിയാലോ. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാലും ബ്രിട്ടൻ എന്ന് പറഞ്ഞാലും ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാലും ഒരേ രാജ്യമാണ്. അപ്പോൾ UK അല്ലെങ്കിൽ ബ്രിട്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള ബോൺമൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന 22ാമത് സഹകരണ കോൺഗ്രസ് 1963 അതിലാണ് ആരെ നിയമിച്ചത്? DG കാർവേ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. ആ വർഷം ചോദിച്ചാൽ അപ്പോഴാണ് എഴുതേണ്ടത്. DG കാർവേ കമ്മിറ്റിയുടെ വർഷം ചോദിച്ചാൽ 1964. അവരെ അപ്പോയിന്റ് ചെയ്തത് ഏത് ICA കോൺഗ്രസിലാണ് ചോദിച്ചാൽ ബോൺമൗത്ത് യുണൈറ്റഡ് കിങ്ഡം. എത്രാമത്തെ? 22ാമത്തെ 22nd കോപ്പറേറ്റീവ് കോൺഗ്രസിലാണ് ഈ DG കാർവേയെ അപ്പോയിന്റ് ചെയ്തത്. 1964 കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നിട്ടില്ല. 1963 കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത്. 1964 DG കാർവേ കമ്മിറ്റിയുടെ വർഷം. ഓക്കെ, അപ്പോൾ 22ാമത് സഹകരണ കോൺഗ്രസിലാണ് DG കാർവേ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. DG കാർവേ കമ്മിറ്റിയുടെ വർഷം ചോദിച്ചാൽ 1964. DG കാർവേ ഏത് രാജ്യക്കാരനായിരുന്നു? ഇന്ത്യക്കാരനായിരുന്നു. അപ്പോൾ ഈ DG കാർവേ കമ്മിറ്റി ഇൻക്ലൂഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം 5 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഈ DG കാർവേ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. DG കാർവേ ഇന്ത്യക്കാരനും മറ്റ് 4 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? USA, UK, USSR, ജർമ്മനി. USA, UK, USSR, ഇന്നത്തെ റഷ്യ, പണ്ടത്തെ USSR, ജർമ്മനി, ഇന്ത്യ. ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു DG കാർവേ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. DG കാർവേ ഏത് രാജ്യക്കാരനായിരുന്നു? ഇന്ത്യക്കാരനായിരുന്നു. Who recommended the reformulated cooperative principle 1966? ആരാണ് 1966 റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്തത് ചോദിച്ചാൽ DG കാർവേയാണ്. 1964 അപ്പോയിന്റ് ചെയ്തത്. ഏത് വർഷത്തിലുള്ള ICA കോൺഗ്രസ് ആണ് അപ്പോയിന്റ് ചെയ്തത് ചോദിച്ചാൽ 1963 നടന്ന ബോൺമൗത്ത് യുണൈറ്റഡ് കിങ്ഡത്തിൽ നടന്ന 22ാമത് സഹകരണ കോൺഗ്രസ് ആണ് DG കാർവേ അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ DG കാർവേ കമ്മിറ്റിയുടെ വർഷം ചോദിച്ചാൽ അപ്പോഴാണ് 1964. ഏത് വർഷത്തിലുള്ള ഏത് കോൺഗ്രസ് ആണ് അപ്പോയിന്റ് ചെയ്ത് ചോദിച്ചാൽ 1963 കമ്മിറ്റിയാണ് അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ICA കോൺഗ്രസ് ആണ് അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അവിടെ നോക്കൂ. ദ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വർ അക്സെപ്റ്റഡ് ബൈ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഇൻ 1966 അറ്റ് ഏത് കോൺഗ്രസിലായിരുന്നു? വിയന്ന കോൺഗ്രസിൽ തന്നെയായിരുന്നു. 23ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസ് 23rd 23ാമത് സഹകരണ കോൺഗ്രസിലാണ് എന്താ അക്സെപ്റ്റ് ചെയ്തത്? റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ICA 1966 അക്സെപ്റ്റ് ചെയ്തത് വിയന്ന കോൺഗ്രസിലാണ്. ഓക്കെ, റീസൺ ഫോർ ദ അപ്രൂവൽ ഓഫ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വാസ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് DG കാർവേ കമ്മിറ്റി. അപ്പോൾ DG കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ എത്രയായിട്ട് കുറച്ചു? 6 എണ്ണമായിട്ട് കുറച്ചു. അതിൽ 6ാമത്തെ പ്രിൻസിപ്പിൾ ആയിരുന്നു എന്ത്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ദ റീസൺ ഫോർ ദ അപ്രൂവൽ ഓഫ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വാസ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ചോദിച്ചാൽ ആരുടെ ആയിരുന്നു? DG കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം വന്നിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണിത്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ 1966? 1966 വന്നിട്ടുള്ള റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതൊക്കെയാണ്? ഒന്ന്, വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, അതിൽ മാറ്റൂല. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, അതാണ് എന്താ ഡിവിഡൻഡ് ഓൺ പർച്ചേസ് അല്ലെങ്കിൽ പാട്രണേജ് ഡിവിഡൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നതിനാണ് ഈ പറഞ്ഞ 3ാമത്തെ പ്രിൻസിപ്പിളാണ്. അതാണ് ഡിവിഡൻഡ് ഓൺ പർച്ചേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ഓക്കെ, അടുത്തത് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ,
കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഈ 6 പ്രിൻസിപ്പിളാണ് ആര് റെക്കമെൻഡ് ചെയ്തത്? DG കാർവേ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഈ 6 പ്രിൻസിപ്പിളിനെ കുറിച്ചും വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകണം. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്ന് ചോദിച്ചാൽ സാധാരണ ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള ചോയ്സ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ 6 പ്രിൻസിപ്പിൾ ഇതൊക്കെയായിരുന്നു. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ഡിവിഡൻഡ് ഓൺ പർച്ചേസ് അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അതിൽ ഈ 6ാമത്തെ പ്രിൻസിപ്പിൾ വളരെ പ്രസക്തമാണ്. DG കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. നോക്കൂ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആൾസോ നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നാണ് അറിയപ്പെടുന്നത്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള പ്രിൻസിപ്പിൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണത് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾസ് എന്നോ അല്ലെങ്കിൽ കാർവേ പ്രിൻസിപ്പിൾസ് എന്നോ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള പ്രിൻസിപ്പിളിനെ 3 പേരിലും കൂടി അറിയപ്പെടുന്നത്. അതൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, കാർവേ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്, മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കാർവേ പ്രിൻസിപ്പിൾസ് എന്ന് അറിയപ്പെടുന്നു. അതിനെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള ഈ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിലെ 6ാമത്തെ പ്രിൻസിപ്പിളായിട്ട് DG കാർവേ ശുപാർശ ചെയ്ത പ്രിൻസിപ്പിളിനെ അറിയപ്പെടുന്ന പേരാണെന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയാം, മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ കാർവേ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഓക്കെ, നോക്കൂ, ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് കോൺഗ്രസ് in dash the General Assembly appointed a committee headed by Professor Lanmefferson for review the cooperative principle Tokyo 1992. അതായത് ഈ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിലെ വീണ്ടും റിവ്യൂ വേണമെന്ന് പറഞ്ഞിട്ട് 1992 ടോക്കിയോ സമ്മേളനത്തിൽ, ടോക്കിയോയിൽ വെച്ചിട്ടുള്ള നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ ആരെ അപ്പോയിന്റ് ചെയ്തു? പ്രൊഫസർ ലാൻമെഫേഴ്സൺ. കാനഡക്കാരനാണ്. കാനഡയിൽ നിന്നുള്ള പ്രൊഫസർ ലാൻമെഫേഴ്സൺ കമ്മിറ്റിയെ നിയോഗിച്ചു. അതിനു വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട്, വീണ്ടും ഒരു റിവ്യൂ നടത്തുന്നതിന് വേണ്ടിയിട്ട് 1992 ടോക്കിയോയിൽ വെച്ച് നടന്നിട്ടുള്ള കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലെ പ്രൊഫസർ ലാൻമെഫേഴ്സനെ ചെയർമാനാക്കി, കാനഡയിൽ നിന്നുള്ള പ്രൊഫസർ ലാൻമെഫേഴ്സനെ ചെയർമാനായി നിയോഗിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ലാൻമെഫേഴ്സൺ കമ്മിറ്റി സബ്മിറ്റഡ് ഈ റിപ്പോർട്ട് ഇൻ ദ ഇയർ 1994 റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി ഈ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഏത് വർഷത്തിലാണ്? 1988 നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ്. 1988 നടന്ന സ്റ്റോക്ക്ഹോം സമ്മേളനത്തിലാണ്. സ്റ്റോക്ക്ഹോമിൽ നടന്ന 1988 സ്റ്റോക്ക്ഹോമിൽ നടന്ന സമ്മേളനത്തിലാണ് ഇയാൻ മാർക്കസ് എന്ന് പറയുന്ന ഒരാളാണ് എന്ത് ചെയ്ത് ആദ്യമായിട്ട് ഈ റിവ്യൂ വേണമെന്ന് ആവശ്യപ്പെട്ടു 1988. അതിനെ തുടർന്നാണ് 1992 ടോക്കിയോ കോൺഗ്രസ്സിൽ എന്തിനെ നിയമിച്ചത്? ലാൻമെഫേഴ്സൺ കമ്മിറ്റിയെ നിയമിച്ചത്. ലാൻമെഫേഴ്സൺ കമ്മിറ്റി എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? 1994 റിപ്പോർട്ട് സമർപ്പിച്ചത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ 7 പ്രിൻസിപ്പിൾ അപ്രൂവ്ഡ് ബൈ ദ ICA ജനറൽ അസംബ്ലി ഓൺ 31st കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ ന്യൂ സെഞ്ചുറി ഹാൾ മാഞ്ചസ്റ്റർ ഇൻ 23rd സെപ്റ്റംബർ 1995 പ്രപ്പോസ്ഡ് ബൈ പ്രൊഫസർ ലാൻമെഫേഴ്സൺ ഫ്രം കാനഡ. അപ്പോൾ പ്രൊഫസർ ലാൻമെഫേഴ്സൺ പ്രപ്പോസ് ചെയ്ത് 1994 സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1995 സെപ്റ്റംബർ 23 ന്യൂ സെഞ്ചുറി ഹാൾ മാഞ്ചസ്റ്ററിൽ നടന്നിട്ടുള്ള 31ാം സഹകരണ കോൺഗ്രസ്സിൽ 7 പ്രിൻസിപ്പിളുകളെ അംഗീകരിച്ചു. ആ പ്രിൻസിപ്പിളാണെന്ത്? നിലവിലെ ICAയുടെ പ്രിൻസിപ്പിളായിട്ട് അറിയപ്പെടുന്നത്. അതാണ് വാട്ട് ആർ ദ 7 പ്രിൻസിപ്പിൾ അപ്രൂവ്ഡ് ബൈ ദ ICA ജനറൽ അസംബ്ലി 31st കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ ന്യൂ സെഞ്ചുറി. അപ്പോൾ ജനറൽ അസംബ്ലി ഉണ്ടായിരുന്നു, 31ാമത് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ന്യൂ സെഞ്ചുറി ഹാൾ മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ടിൽ തന്നെയാണ്. ഇംഗ്ലണ്ടിലെ ന്യൂ സെഞ്ചുറി ഹാളിൽ നടന്ന 23 സെപ്റ്റംബർ 1995 ന്യൂ സെഞ്ചുറി ഹാളിൽ നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ പ്രൊഫസർ ലാൻമെഫേഴ്സൺ, കാനഡയിൽ നിന്നുള്ള പ്രൊഫസർ ലാൻമെഫേഴ്സൺ ശുപാർശ ചെയ്ത 7 പ്രിൻസിപ്പിൾ ആരംഗീകരിച്ചു? ICA അംഗീകരിച്ചു. ആ 7 പ്രിൻസിപ്പിൾ ഏതൊക്കെയാണ് നോക്കൂ. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേറ്റീവ് എമംഗ് കോപ്പറേറ്റീവ്സ്. ഇത് കൊണ്ടുവന്നവരാണ്? ഇത് DG കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. കൂടാതെ ഈ പറഞ്ഞ ലാൻമെഫേഴ്സൺ കമ്മിറ്റി ഒരു പ്രിൻസിപ്പിളും കൂടി അഡീഷണൽ ആയിട്ട് റെക്കമെൻഡ് ചെയ്തു. അതാണെന്ത്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു പ്രിൻസിപ്പിളാണ് എന്താ? ഈ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്നുള്ളത്. ഓക്കെ, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അപ്പോൾ 7 പ്രിൻസിപ്പിളാണ്. ഈ 7 പ്രിൻസിപ്പിൾ എല്ലാവരും എങ്ങനെ പഠിച്ചു വയ്ക്കുക? ഈ ആദ്യത്തെ അക്ഷരം VDMA ECC എന്നുള്ള ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ്. വി ഏതൊക്കെ? ഈ VDMA E ഇനി ഈ C അടിയിൽ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു C. അപ്പോൾ VDMAECC ഇങ്ങനെ ഒരു കോഡിലാണ് സാധാരണയായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക?
ഈ 7 എണ്ണത്തിൻ്റെ ഓർഡർ മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, പിന്നെ കോപ്പറേഷൻ എം കോപ്പറേറ്റീവ്സ്, പിന്നെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ PDMA ECC എന്നുള്ള ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കുട്ടികൾ പഠിച്ചു വെക്കാറ്. ഓക്കെ, അപ്പോൾ 7 പ്രിൻസിപ്പിൾ, നിലവിലുള്ള ICAയുടെ 7 പ്രിൻസിപ്പിൾ. 7ാമത്തെ പ്രിൻസിപ്പിൾ ആണ് എന്ത്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ. നോക്കൂ, വിച്ച് ഈസ് എ ലേറ്റസ്റ്റ് എഡിഷൻ ഇൻ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അപ്രൂവ്ഡ് ബൈ ICA ചോദിച്ചാൽ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. ഏറ്റവും അവസാനം അംഗീകരിച്ച ICA അംഗീകരിച്ച കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഏതാണ് ചോദിച്ചാൽ ഏതാണ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ് എഡിഷൻ ഇൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അപ്രൂവ്ഡ് ബൈ ICA അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ പ്രിൻസിപ്പിൾ ഏതാണ് ചോദിച്ചാൽ ഏതാണ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. നോക്കൂ, ഫസ്റ്റ് 5 പ്രിൻസിപ്പിൾ എസെൻഷ്യൽ ഫോർ ഇന്റേണൽ ഡൈനാമിക് ഓഫ് കോപ്പറേറ്റീവ്സ്. ഇതിൽ തന്നെ ആദ്യത്തെ 5 എണ്ണത്തിന് ഇന്റേണൽ ഡൈനാമിക് ഓഫ് കോപ്പറേറ്റീവ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിട്ടും അവസാനത്തെ 4 എണ്ണത്തിന് ആകെ 7 ഉള്ളൂ, പക്ഷേ ആദ്യത്തെ 5ഉം 4 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 എണ്ണത്തിന് ഫസ്റ്റ് 5 പ്രിൻസിപ്പിളിനെ ഇന്റേണൽ ഡൈനാമിക് ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ടും ലാസ്റ്റ് 4 പ്രിൻസിപ്പിളിനെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ആധുനിക കാലത്തുള്ള 1995 ICA അംഗീകരിച്ചുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെയും 2ആയി ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ 5 പ്രിൻസിപ്പിളിനെ ഇന്റേണൽ ഡൈനാമിക് ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ടും അവസാനത്തെ 4 പ്രിൻസിപ്പിളിനെ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത നോക്കൂ, കോപ്പറേറ്റീവ് വർക്ക് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദെയർ കമ്മ്യൂണിറ്റീസ് through policies approved by their member. This principle of International Cooperative Alliance is known as concern for community. അവസാനം അക്സെപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾ ആണ് എന്ത്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അപ്പോൾ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പറേറ്റീവ് വർക്ക് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദെയർ കമ്മ്യൂണിറ്റീസ് ത്രൂ പ്രിൻസിപ്പിൾ അപ്രൂവ്ഡ് ബൈ ദെയർ മെമ്പേഴ്സ്. അവർ മെമ്പേഴ്സ് അപ്രൂവ് ചെയ്യുന്ന പ്രിൻസിപ്പിളിലൂടെയാണ് എന്ത്, സുസ്ഥിരമായ വികസനം സാധ്യമാക്കുന്നത്. കോപ്പറേറ്റീവ്സ് വർക്ക് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദെയർ കമ്മ്യൂണിറ്റീസ് ത്രൂ policies approved by their members. This principle of International Cooperative Alliance is known as concern for community. Okay, who was the Director General of International Cooperative Alliance at the time of 1995? Bruce Thordarson ആണ്. ഓക്കെ, എന്താണ് ഡയറക്ടർ ജനറൽ 1995 ICA പ്രിൻസിപ്പിൾ അംഗീകരിക്കുമ്പോൾ ആരായിരുന്നു അതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് ചോദിക്കുമ്പോൾ ആരായിരുന്നു, ബ്രൂസ് തോഡർസൺ ആയിരുന്നു. ഇനി ആദ്യകാലങ്ങളിൽ ICAയിൽ സെക്രട്ടറി പോസ്റ്റ് ഉണ്ടായിരുന്നു. സെക്രട്ടറി എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. 1963 എന്ത് ചെയ്തു, ഈ സെക്രട്ടറി പോസ്റ്റ് നിർത്തലാക്കി. ഓക്കെ, അപ്പോൾ ഹു വാസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA അറ്റ് ദ ടൈം ഓഫ് 1995 ചോദിച്ചാൽ ആരാണ്, ബ്രൂസ് തോഡർസൺ ആണ്. The revised principle accepted by International Cooperative Alliance in Manchester in the year ചോദിച്ചാൽ 1995 ന്യൂ സെഞ്ചുറി ഹാളിൽ 23 സെപ്റ്റംബർ 1995 നടന്ന 31ാമത് സഹകരണ കോൺഗ്രസിലാണ് ICA 7 പ്രിൻസിപ്പിൾ അംഗീകരിച്ചത്. ഇനി ICA കോപ്പറേറ്റീവ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ 25ാം വാർഷികമായിരുന്നു 2020. അപ്പോൾ 1995 ഈ പ്രിൻസിപ്പിൾ അംഗീകരിക്കുന്നതോടുകൂടി തന്നെ അംഗീകരിച്ച മറ്റൊരു കാര്യമാണെന്ത്, കോപ്പറേറ്റീവ് ഐഡന്റിറ്റി. കോപ്പറേറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞാൽ എന്താണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളും 10 കോപ്പറേറ്റീവ് വാല്യൂസും ഒരു കോപ്പറേറ്റീവ് ഡെഫിനേഷനും കൂടി ചേർന്നതാണെന്ത്, ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞാൽ. അപ്പോൾ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു കോപ്പറേറ്റീവ് ഡെഫിനേഷൻ, 10 കോപ്പറേറ്റീവ് വാല്യൂസ്, 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഇതിനെ 3നെയും കൂടി ചേർത്തി പറയുന്നതാണ് കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് അംഗീകരിച്ചത് എപ്പോഴാണ് ചോദിച്ചാൽ 1995 അതിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് 2020 ICA കോപ്പറേറ്റീവ് കോൺഗ്രസ് കൂടാൻ തീരുമാനിച്ചത്. പക്ഷേ കൊറോണ കാരണം അത് 2021 പോസ്റ്റ്പോൺ ചെയ്തു. ഇനി 25th ആനിവേഴ്സറി ഓഫ് കോപ്പറേറ്റീവ് ഐഡന്റിറ്റി വാസ് ഇൻ ദ ഇയർ എപ്പോഴായിരുന്നു, 2020. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The ICA statement of cooperative identity was adopted at 31st World Cooperative Congress 1995. ഈ പറഞ്ഞ മാഞ്ചസ്റ്ററിൽ നടന്ന ന്യൂ സെഞ്ചുറി ഹാളിൽ നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ് തന്നെയാണ് എന്ത് അംഗീകരിച്ചത്, ICAയുടെ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റും അംഗീകരിച്ചത്. ദിസ് ഇവന്റ് ആഡഡ് കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് 7th പ്രിൻസിപ്പിൾ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. 7ാമത് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആഡ് ചെയ്തതും കോപ്പറേറ്റീവ് ഐഡന്റിറ്റി ആഡ് ചെയ്തതും ഏതൊരു സമ്മേളനം തന്നെയാണ്, ഈ പറഞ്ഞ മാഞ്ചസ്റ്ററിൽ നടന്നിട്ടുള്ള 1995 സെപ്റ്റംബർ 23 നടന്നിട്ടുള്ള കോപ്പറേറ്റീവ് കോൺഗ്രസ് 31ാമത് സഹകരണ കോൺഗ്രസ് തന്നെയാണ്. അതാണ് ദ ICA സ്റ്റേറ്റ്മെന്റ് ഓൺ ദ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി വാസ് അഡോപ്റ്റഡ് അറ്റ്
The 31st World Cooperative Congress 1995. This event added cooperative values at a 7th principle concern for community. Okay. അടുത്ത ദിവസം നോക്കൂ ഇനി 1995 the ICA adopted the revised statement on the cooperative identity which contains the definition of cooperatives, the values of cooperatives and 7 cooperative principles. അപ്പോൾ cooperative identity പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു cooperative definition 10 values 7 പ്രിൻസിപ്പിൾ ഇതിനെ മൂന്നിനും കൂടി ചേർത്ത് പറയണതാണ് ദ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി പറയുന്നത്. അപ്പോൾ ഈ 1995 the ICA adopted the revised statement on the cooperative identity which contains അപ്പോൾ കോപ്പറേറ്റീവ് ഐഡന്റിറ്റിക്ക് എന്തൊക്കെയുള്ളത് the definition of cooperative, the values of cooperatives and 7 principle of cooperatives. അപ്പോൾ definition of cooperative നോക്കൂ എന്താണ് ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ICA അംഗീകരിച്ചിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്ന് നോക്കൂ. ഡെഫിനിഷൻ ഓഫ് cooperative. A cooperative is an autonomous association of persons united voluntarily to meet their common economic, social and cultural needs and aspiration through a jointly owned and democratically controlled enterprises. ഇതാണ് ICA അപ്രൂവ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റിലുള്ള ഡെഫിനിഷൻ. A cooperative is an autonomous association of persons united voluntarily to meet their common economic, social and cultural needs and aspiration through jointly owned and democratically controlled enterprises. ഇതാണ് ICA അംഗീകരിച്ചുള്ള കോർപ്പറേഷന്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ മേ ബി ചോദിക്കാം ICA അപ്രൂവ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റിലുള്ള ഡെഫിനിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് പറയാൻ കഴിയണം. ഓക്കെ, ഇനി നോക്കൂ 10 വാല്യൂസ് ആണുള്ളത്. ആ കോപ്പറേറ്റീവ് വാല്യൂസ് എന്തൊക്കെയാണെന്ന് കോപ്പറേറ്റീവ് വാല്യൂസ് ആർ ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഈക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. ഈ 6 എന്ത് ആദ്യ ധാരണമായിട്ട് പറയുന്നത്. പിന്നെ എത്തിക്കൽ വാല്യൂസ് ആയിട്ട് ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കെയറിങ് ഫോർ അതേഴ്സ്. ഇങ്ങനെ 10 വാല്യൂസ് ആണെന്നുള്ളത് കോപ്പറേറ്റീവ് വാല്യൂസ് ആയിട്ടുള്ളത്. ഈ വാല്യൂസ് കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് വാല്യൂസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് വാല്യൂസ് ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ 10 കുറിച്ച് അറിയണം. അപ്പോൾ കോപ്പറേറ്റീവ് വാല്യൂസ് 10 എന്നുള്ളത് ഏതൊക്കെയാണ് നോക്കൂ. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഈക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. ഈ 6. പിന്നെ എത്തിക്കൽ വാല്യൂസ് ആയിട്ടുള്ള ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കെയറിങ് ഫോർ അതേഴ്സ്. ഇങ്ങനെ 10 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ 7 പ്രിൻസിപ്പിള്, 10 വാല്യൂസ്, ഒരു ഡെഫിനേഷൻ ചേർത്താണ് എന്ത് കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നോക്കൂ, കോപ്പറേറ്റീവ് ഐഡന്റിറ്റി ഫോർമുലേറ്റഡ് ബൈ ICA in 1995 ആൻഡ് അഫേംഡ് ബൈ ഇത് ആരൊക്കെ അംഗീകരിച്ചു? യുണൈറ്റഡ് നേഷൻസ് 2001 ഇതിന്റെ പ്രാധാന്യം അംഗീകരിച്ചു. ദ കോപ്പറേറ്റീവ് identity formulated by ICA in 1995 and affirmed by the United Nations in 2001 and the International Labour Organization ILO in 2002. ILO ഇതിന്റെ പ്രൊമോഷൻ ഏറ്റെടുത്തു. ILO 2002 ഇതിന്റെ പ്രൊമോഷൻ ഏറ്റെടുത്തു. United Nations adopted guidelines aimed at creating a supportive environment for the development of cooperatives in the year എന്ന് ചോദിച്ചാൽ 2001. അതാണ് ഈ 2001 ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് യുണൈറ്റഡ് നേഷൻസ് അഫേം ചെയ്തു എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് അഡോപ്റ്റഡ് ഗൈഡ് ലൈൻസ് എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ദ ഇയർ 2001. ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി അംഗീകരിച്ചതോടുകൂടിയാണ് യുണൈറ്റഡ് നേഷൻസ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ദ ഇയർ എന്ന് ചോദിച്ചാൽ 2001. അടുത്ത് നോക്കൂ, ദ ICA സ്റ്റേറ്റ്മെന്റ് ഓൺ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി were included in the ILO promotion, International Labour Organizationന്റെ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് റെക്കമെൻഡേഷൻ which provides international agreed templates for international policy in the year 2002. അപ്പോൾ ഈ പറഞ്ഞ ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റിയുടെ പ്രൊമോഷൻ ഏറ്റെടുത്തത് എന്നാണ് ചോദിച്ചാൽ 2002. The ICA statement on cooperative identity were included in the ILO's promotion of cooperative recommendation which provide on internationally agreed templates for international policy in the year 2002. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി അംഗീകരിച്ചത് 2001 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത് 2002. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് റെക്കമെൻഡഡ് ദാറ്റ് ആൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് മേക്ക് പ്രൊവിഷൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദെയർ മെമ്പേഴ്സ് ആൻഡ് എംപ്ലോയീസ്. മെമ്പേഴ്സിനും എംപ്ലോയീസിനും എഡ്യൂക്കേഷനുള്ള പ്രൊവിഷൻ വേണമെന്ന് പറയുന്നത് ആരാണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ഇനി നമ്മുടെ സെക്ഷൻ 2ECCC 3C. ഓക്കെ, സെക്ഷൻ 2ECCCയിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നത്.
ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ എന്താണ്? ഷെഡ്യൂൾ 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന KCS ആക്ടിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? 3 ഷെഡ്യൂളുകളും 3 അപ്പൻഡിക്സും. അത് നമ്മൾ ആക്ട് ആൻഡ് റൂൾ പഠിച്ച സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. 3 അപ്പൻഡിക്സ് ഏതൊക്കെയാണെന്നും 3 ഷെഡ്യൂളുകൾ ഏതൊക്കെയാണെന്നും. ഷെഡ്യൂൾ 1-ൽ എന്താണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഷെഡ്യൂൾ 1-ൽ. ഷെഡ്യൂൾ 2-ൽ ഈ പറഞ്ഞ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളും ഷെഡ്യൂൾ 3-ൽ ടൈം ലിമിറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2ECCC ഇതിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ ഡെഫിനിഷൻ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞതാണ് ഷെഡ്യൂൾ 2-ൽ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ 7 പ്രിൻസിപ്പിൾസ് ആണ്. ഇനി ICA ഹാസ് 2 പ്രസിഡന്റ് ഇൻ ദ ഇയർ. ICAക്ക് 2 വർഷത്തിൽ 1895-ലും 1907-ലും 2 പ്രസിഡന്റ് വീതം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നിലവിലുള്ള ആനുകാലികമായ സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ICAക്ക് 2 പ്രസിഡന്റുമാരുണ്ടായിരുന്ന 2 വർഷം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് 1895-ലും 1907-ലും. ടോട്ടല് 2020 വരെ നോക്കുകയാണെങ്കിൽ ICAക്ക് എത്ര പ്രസിഡന്റുമാരുണ്ടായിരുന്നു? 19 പ്രസിഡന്റുമാരാണ് ഈ 2020 വരെ. 2020 വരെ 19 പ്രസിഡന്റുമാരാണ് ഉണ്ടായിരുന്നത്. ഈ 1895-ലും 1907-ലും 2 പ്രസിഡന്റ് വീതം ഉണ്ടായിരുന്നു. അപ്പോൾ 1907-ലും 1895-ലും അത് എത്ര പ്രസിഡന്റുമാരുണ്ടായിരുന്നത്? 2 പ്രസിഡന്റുമാരുണ്ടായിരുന്നത്. അതിൽ 1895-ൽ ആരൊക്കെയായിരുന്നു നോക്കൂ? ഏൾ ഗ്രേയും ഹെൻറി W. വൂൾഫും ആയിരുന്നു. അപ്പോൾ ICAയുടെ 1895-ലെ പ്രസിഡന്റുമാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏൾ ഗ്രേ ആൻഡ് ഹെൻറി W. വൂൾഫാണ്. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ ഏൾ ഗ്രേ ആണ് കാണാറ്. അപ്പോൾ ഏൾ ഗ്രേ മാത്രമായിരുന്നില്ല ആദ്യ പ്രസിഡന്റ്. 2 പേരുണ്ടായിരുന്നു, ഹെൻറി W. വൂൾഫ് ഉണ്ടായിരുന്നു. ഇനി 907-ലും ഇതുപോലെ 2 പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ICA പ്രസിഡന്റ് ഇൻ ദ ഇയർ 907 ആരൊക്കെയായിരുന്നു? ഈ പറഞ്ഞ സെയിം ഏൾ ഗ്രേ അപ്പോഴും ഉണ്ടായിരുന്നു. കൂടാതെ ആരുണ്ടായിരുന്നു? വില്യം മാക്സ്വെൽ. അപ്പോൾ 907-ൽ ഏൾ ഗ്രേയും വില്യം മാക്സ്വെല്ലും, 1895-ൽ ഏൾ ഗ്രേയും ഹെൻറി W. വൂൾഫുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ICAക്ക് 2 വർഷങ്ങളിൽ 2 പ്രസിഡന്റ് വീതം ഉണ്ടായിരുന്നു. 1895-ലും 1907-ലും. 1895-ൽ ഏൾ ഗ്രേ ആൻഡ് ഹെൻറി W. വൂൾഫ് ആയിരുന്നെങ്കിൽ 1907-ൽ ഏൾ ഗ്രേ ആൻഡ് വില്യം മാക്സ്വെൽ, ഇങ്ങനെ 2 പ്രസിഡന്റുമാരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The secretary post of ICA terminated in the year. 1963-ലെ സെക്രട്ടറി പോസ്റ്റ് ടെർമിനേറ്റ് ചെയ്തു. 1963 വരെ ICAക്ക് സെക്രട്ടറി ഉണ്ടായിരുന്നു. 1963-ലെ അത് പോസ്റ്റ് ടെർമിനേറ്റ് ചെയ്തു. ഇനി 2020 വരെ ICAക്ക് 2 വനിതാ പ്രസിഡന്റുമാരാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ഡാമെ പൗലിൻ ഗ്രീൻ 2009-ലും മോണിക്ക F. ലോറക്സ് 2015-ലും. അപ്പോൾ ICAയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ്? ഡാമെ പൗലിൻ ഗ്രീൻ ആണ്. ഓക്കെ, അപ്പോൾ who was the woman president of ICA? ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ICA ചോദിച്ചാൽ ആരാണ്? ഡാമെ പൗലിൻ ഗ്രീൻ ആണ്. ഏത് വർഷമാണ്? 2009 ആണ്. മോണിക്ക F. ലോറക്സ് ആണ് മറ്റൊരു വനിതാ പ്രസിഡന്റ് ആയിരുന്നു. ഏത് വർഷത്തിലായിരുന്നു? 2015-ലായിരുന്നു. ഇനി ഫസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA ലണ്ടൻ ആയിരുന്നു. ICA ലണ്ടനിൽ നിന്ന് ജനീവയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത് ഏത് വർഷത്തിലെ? 1982-ലെ. ഇനി ജനീവയിൽ നിന്ന് ബ്രസൽസ് ബെൽജിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഏത് വർഷത്തിലെ? 2013-ല്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ICAയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ കോപ്പറേറ്റീവ് ഫ്ലാഗിനെ കുറിച്ചിട്ട്, പിന്നെ ICAയുമായി ബന്ധപ്പെട്ട ICAയുടെ തീമാറ്റിക് ഓർഗനൈസേഷനെ കുറിച്ചിട്ടും ICAയുടെ റീജിയണൽ ഓർഗനൈസേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി കാണുക. വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമായിട്ട് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.